പെൻഷൻ കിട്ടാത്ത, നെല്ലിന്റെ വില കൃത്യമായ രീതിയിൽ സമയബന്ധിതമായി കിട്ടാത്ത, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന പട്ടിണി പാവങ്ങളെ കാണാനായി നാട് ഭരിക്കുന്ന നാടുവാഴി അല്ലെങ്കിൽ പൊന്നു തമ്പുരാൻ 1 കോടി രൂപയുടെ പല്ലക്കിൽ വരുന്നു ഒരു കാടളകി വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മാത്രമേ ഇത് എത്രത്തോളം വലിയ ധാരാളിത്വവും ധൂർത്തുമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. പഴയ കാലവുമായിട്ട് നമ്മൾ ഇതിനെ താരതമ്യം ചെയ്യണം. പല്ലക്ക് ഓടിക്കുന്നത് ആരായിരിക്കും? ശമ്പളം കൃത്യസമയത്ത് കിട്ടാത്ത KSRTC ജീവനക്കാരായിരിക്കും. ആയിരിക്കുമല്ലോ. ഞാൻ കടിച്ചു പിടിച്ച് ക്ഷമിച്ച് ജീവിക്കണം. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലിയ പണച്ചെലവോട് കൂടിയിട്ട് ഇതെല്ലാം നടത്തുന്നു. പണച്ചെലവ് എങ്ങനെയാണ് ആ പണം കണ്ടെത്തുന്നത് എന്നത് ഇതിനോടകം തന്നെ വിവാദമായിട്ടുള്ള കാര്യമാണ്. പണം എനിക്കൊരു പ്രശ്നമല്ല. ഞാനൊന്ന് ചോദിക്കുന്നത്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടി ജനങ്ങളിലേക്ക് ഈ രീതിയിൽ ഇറങ്ങി ചെന്നതിന് ശേഷം മാത്രമേ ഈ 21 മന്ത്രിമാർക്കും കഴിയുകയുള്ളൂ. പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നേ? ഇടുക്കിയിലുള്ള ഒരു കർഷക സ്ത്രീയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ക്ഷേമ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ അവര് അവസാനം ഒരു യാചക സമരം നടത്തേണ്ടി വന്നിരുന്ന മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരു സ്ത്രീ. പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല. എന്തത് കൊള്ളക്കാരനാടാ? അവരുടെ പരാതി സർക്കാരിന് അറിയാത്തതാണോ? എന്താണ് ചെയ്തത്? പാർട്ടി സംവിധാനത്തിന്റെ മുഖപത്രത്തിൽ വഴി അവരെ അപമാനിക്കുന്ന രീതിയിൽ, വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒന്നിലധികം വാർത്തകൾ. അപ്പൊ അങ്ങനെ വരുമ്പോ അവരുടെ പ്രശ്നം എന്താണ്? ഇത് ഒരു മറിയക്കുട്ടിയുടെ മാത്രം കേസാണ്. മറ്റെത്രയോ മറിയക്കുട്ടിമാർ ഇതേ പ്രശ്നം ഇവിടെ അനുഭവിക്കുന്നവരായിട്ടുണ്ട്. സർക്കാരിന്റെ കാര്യം ഇവിടെ മുന്നിൽ പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. കേരളയിലുമായി ബന്ധപ്പെട്ട് എത്ര വലിയ രീതിയിലുള്ള പ്രതിഷേധം, അത് ഏതൊക്കെ രീതികളിലാണ് നാട്ടുകാർ സർക്കാരിനെ അറിയിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് ഈ പ്രശ്നത്തിനെ അക്നോളജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ തയ്യാറായോ? ഇല്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പകരം എന്ത് ചെയ്തു? ഈ കേരളീയത്തിനോ നവകേരള സദസ്സിനോ നമുക്ക് തുലനം ചെയ്യാൻ കഴിയുന്ന ചെറിയ സ്കെയിലിലുള്ള പൗരപ്രമുഖരെ കാണുക, അവരെ മാത്രം കാര്യങ്ങൾ ബോധിപ്പിക്കുക എന്ന രീതിയിൽ പഴയ നാടുവാഴി ഭരണത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത് അത് നടപ്പാക്കാനായിട്ട് ശ്രമിച്ചു. നാട്ടുകാരുടെ ഭാഗ്യദോഷം അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? ക്ഷേമ പെൻഷന്റെ കാര്യം നമ്മൾ ഇതിനോടകം തന്നെ പറഞ്ഞു. പണ്ട് ആൾക്കാർക്ക് ദുരിതമുള്ള സമയത്ത് കിറ്റ് കിട്ടിയിരുന്നു. ഇപ്പൊ ആ കിറ്റ് ഇല്ല. കാരണം തെരഞ്ഞെടുപ്പ് മാറി ജയിച്ചതോടുകൂടി ആ കിറ്റിന്റെ പരിപാടി അങ്ങ് അവസാനിപ്പിച്ചു. സാലറി, KSRTC ജീവനക്കാരുടെ സാലറിയെ പറ്റി നമുക്കറിയാം. എല്ലാ വസ്തുക്കളുടെയും വില കൂടിയിരിക്കുകയാണ്. സപ്ലൈകോയിലും മറ്റും കൃത്യമായിട്ടുള്ള നമുക്ക് ലഭ്യത ഉണ്ടാകേണ്ടുന്ന അവശ്യ സാധനങ്ങൾ പലതുമില്ല, പലതിനും വില കൂടിയിട്ടുണ്ട്. ഇവരൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല. അപ്പൊ സർക്കാരിന് ജനങ്ങളുടെ ഇടയിലേക്ക് 1.5 അല്ലെങ്കിൽ 1,05,00,000 രൂപയുടെ ബസ്സിൽ, ആഡംബര ബസ്സിൽ, ടോയ്ലറ്റ് സൗകര്യമുള്ള ബസ്സിൽ ചെന്ന് കണ്ട് മനസ്സിലാക്കി പഠിക്കേണ്ടുന്ന, പരിഹാരം കണ്ടുപിടിക്കേണ്ടുന്ന ഏത് വിഷയമാണ് ഇവിടെ ഉള്ളത്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ശരി, അങ്ങനെ പൊക്കോട്ടെ, പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കോട്ടെ. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായാൽ, ഞാൻ ഇതുവരെ പറഞ്ഞിരിക്കുന്ന ഇത്ര വിഷയങ്ങളല്ല കേരളത്തിലുള്ളത്, പക്ഷെ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കണമെങ്കിൽ എന്താണ് മഞ്ജുഷ് നമുക്ക് വേണ്ടത്? പണമാണ് വേണ്ടത്. ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത്? വേറെ വഴിയൊന്നും കണ്ടില്ലെങ്കിൽ ഞാൻ മോഷണം തുടങ്ങും. നമ്മുടെ ഖജനാവിൽ അതിനുള്ള പണമുണ്ടോ? അങ്ങനെ പണമില്ല. അവിടെ നമ്മൾ ഈ പറയുന്ന പോലെ പൂച്ച പെറ്റ് കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ പണമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ പരിപാടി നടത്തി, ഈ മാമാങ്കമൊക്കെ നടത്തിയതിനു ശേഷം ഈ ആൾക്കാർ പറയുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായിട്ട് നമുക്ക് എത്ര പണം നമ്മുടെ കയ്യിലുണ്ട്? ഇനിയൊരു 20 രൂപയും കൂടെ ഉണ്ടായാൽ മതിയാവോ? മാങ്ങാ തൊലി. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ചെലവിന്റെ കാര്യത്തിലാണെങ്കിലും ഈ ബസ് വാങ്ങിയിരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ അതിനെ നിസ്സാരവൽക്കരിക്കാൻ അങ്ങ് പറഞ്ഞതുപോലെ മന്ത്രി ശ്രീ ആന്റണി രാജു ഉൾപ്പെടെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ധനവകുപ്പ് ഒക്കെ തന്നെ ശ്രമിക്കുന്നുണ്ട്. ചൊട്ടയിലെ ശീലം ചുടല വരെ. ഇത് എത്ര വലിയ ചെലവാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ ട്രഷറി നിയന്ത്രണം നിലവിൽ എത്രയ്ക്കാണ് എന്നുള്ളതിനെ പറ്റി അറിയണം. ചരിത്രത്തിൽ ഇല്ലാത്തതുപോലെയാണ് ഈ 5 ലക്ഷം രൂപയുടെ ട്രഷറി നിയന്ത്രണം. അത് 1 കോടിയായിരുന്നു, 50 ലക്ഷമാക്കി, 25 ലക്ഷമാക്കി, 10 ലക്ഷമാക്കി, അവസാനം 5 ലക്ഷമാക്കിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. 21 മന്ത്രി വാഹനങ്ങൾ, അതിന് പൈലറ്റ് വാഹനങ്ങൾ, എസ്കോർട്ട് വാഹനങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പലതവണ പോകണം. നമുക്കറിയാത്തതാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായില്ല. പാവി ചെല്ലുന്നിടം പാതാളം, അത്ര തന്നെ. നമ്മൾ മുമ്പ് കണ്ടിട്ടില്ലേ, ഏതാണ്ട് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 30-35 തവണ എങ്ങാണ്ട് ടയർ മാറ്റിയ ഒരു മന്ത്രിയുടെ വണ്ടി. ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെ. അപ്പൊ അതിന്റെയും ചെലവെല്ലാം തന്നെ AKG സെന്ററിൽ നിന്നല്ലല്ലോ പോകുന്നത്, സംസ്ഥാന ഖജനാവിൽ നിന്ന് തന്നെയാണ്. അപ്പൊ വേണ്ട സമയത്തെല്ലാം തന്നെ യാത്ര ചെയ്യാനും ആൾക്കാരെ കാണാനും ഈ നിയോജകമണ്ഡലങ്ങളിൽ പോകാനുമെല്ലാം ഇവർക്ക് ഇപ്പോഴും അറിയാം. അവരെ കൊണ്ട് വലിയ ആവശ്യമൊന്നുമില്ലല്ലോ. അത് ശരിയാ. അടുത്തെങ്കിലും ഒരു തെരഞ്ഞെടുപ്പൊന്നും വരാനില്ലല്ലോ. ഇനി ഈ 25 പേരുള്ള, അല്ലെങ്കിൽ അവർക്ക് ഇരിക്കാൻ പറ്റുന്നതും ഒരു ടോയ്ലറ്റ് സൗകര്യമുള്ള ഒരു ബസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? വേറെ പോലീസുകാരൊന്നും അവിടെ പോകില്ലേ? ജീവിക്കണ്ടേ? നമ്മുടെ രാജ്യം ഇങ്ങനെയായി പോയല്ലോ. ഗതാഗത വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഈ ബസ്സും തലയിൽ ചുമന്നുകൊണ്ട് മന്ത്രി അവിടെ പോയി നിന്ന് ഇത് കേട്ടിട്ട് ഇങ്ങ് തിരികെ പോവുകയാണോ? മറ്റുള്ള ആൾക്കാർ എവിടെയാണ്?
അപ്പൊ മന്ത്രിമാർക്ക്, ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും കയറാനുള്ള സൗകര്യം ഈ ബസ്സിൽ ഇല്ലാത്തപ്പോ നമ്മൾ ഈ പറയുന്ന മറ്റു വാഹനങ്ങളും അവിടെ എന്തായാലും പോയേ മതിയാകും. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നാട് വാഴുന്ന തമ്പുരാന് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റിക്വയർമെന്റ് ഉണ്ടാക്കുമ്പോൾ അതിനുവേണ്ടി വാങ്ങുന്ന പല്ലക്കിനെ അദ്ദേഹത്തിന്റെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം പ്രത്യർക്ക് ദാനം ചെയ്യുന്നത് പോലെ മറ്റുള്ള ആരെങ്കിലും ഇനി വേണമെങ്കിൽ ഉപയോഗിച്ചോളൂ എന്ന് പറയുന്നു. ഞാനൊന്നും മിണ്ടുന്നില്ലേ. ഞാൻ ചോദിക്കുന്നത്, ഈ ഒരൊറ്റ ബസ്സാണോ, ഈ 1,05,00,000 രൂപയ്ക്ക് കിട്ടിയിരിക്കുന്ന ഒരൊറ്റ ബസ് തന്നെയാണോ മന്ത്രി ഈ ടൂറിസത്തിന്റെ ലക്ഷറി കോച്ചിന് വരുന്ന എല്ലാ എൻക്വയറിക്കും കൊടുക്കാൻ പോകുന്നതും VSSCയുടെ ആവശ്യത്തിന് വേണ്ടി കൊടുക്കാൻ പോകുന്നു? അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണ്. വിലക്കയറ്റത്തെ പറ്റി ലളിതമായി ചോദിച്ചു. ശ്രീ റെജി സക്കറിയ വളരെ വിശദമായി പാർട്ടി ക്ലാസ്സിലെ ലൈനുകൾ പറഞ്ഞു. ഇവനൊക്കെ എന്ത് ചെയ്യുമെന്ന് പറ. ഈ കുമാരപിള്ള സഖാവിനോട് സഖാവ് ഉത്തമൻ ചോദിച്ചതുപോലെ എന്തുകൊണ്ട് ഈ കേരളത്തിൽ വിലക്കയറ്റം ഉണ്ടായി എന്ന് ലളിതമായിട്ട് അങ്ങ് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. അപ്പൊ അദ്ദേഹം നേരെ ആഗോളവൽക്കരണത്തിലേക്ക് പോവുകയാണ്. എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാടികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. കയ്യിൽ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള സ്മാർട്ട് ഫോണിലൂടെ മനോരമ ന്യൂസിലെ അത്യാധുനിക സാങ്കേതിക വിദ്യ, ആഗോളവൽക്കരണത്തിന്റെ പ്രത്യുൽപ്പന്നമായ മനോരമ സ്റ്റുഡിയോയിൽ വന്നിരുന്നിട്ട് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടും അദ്ദേഹം പറയുന്നു ആഗോളവൽക്കരണത്തിനെതിരായിട്ട് നന്നായിരിക്കട്ടെ. ഇനി എന്താ ഈ ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള മൂലധന സമാഹരണം? എന്താ CPMന്റെ നയം? നമ്മൾ അത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങളിലേക്ക് പോകണമോ എന്ന് താങ്കൾ തീരുമാനിച്ചാൽ മതി. പ്ലീസ്, ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. എന്താണ് CPMന്റെ നയം ആ വിഷയത്തിനകത്ത്? ഏറ്റവും ഒടുവിൽ നടന്ന പാർട്ടി കോൺഗ്രസിനകത്ത് നിങ്ങൾ നയത്തിൽ വ്യതിയാനം വരുത്തി. ഒരു കയ്യബദ്ധം നിങ്ങൾ പറഞ്ഞത് അത്തരത്തിലുള്ള വൈദേശികമായിട്ടുള്ള മൂലധന സമാഹരണത്തിന്, അത്തരത്തിലുള്ള ആഗോളവൽക്കരണത്തിന്റെ കൂടി ഭാഗമായ മൂലധന സമാഹരണത്തിന് പാർട്ടി ഇളവുകൾ നൽകി എന്ന് പറയുകയാണ്. അതായത് അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി. 91 കോൺഗ്രസ് എടുത്ത നിലപാട് ശരിയാണ് എന്ന് മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 2021 ആണ്ട് വേണ്ടി വന്നു. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. 30 വർഷം പുറകിലാണ് നിങ്ങൾ. നേരത്തെയൊക്കെ 50-60 വർഷം പുറകിലായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടെ നിങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. 30 വർഷം മാത്രമാണ് നിങ്ങൾ പുറകിൽ നിൽക്കുന്നത്. പതുക്കെ മനസ്സിലാക്കിയാൽ മതി. വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കുകയാണ്. കെ സുധാകരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാനാണ് ഈ ചർച്ചയിൽ പലരും തയ്യാറാകുന്നത്. അങ്ങനെ തീയിൽ കുരുത്ത സുധാകരൻ വെയിലത്ത് വാടുമെന്ന് ശ്രീ വിനു വി ജോണിന് തോന്നുന്നുണ്ടോ? അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ. എന്തിനാണ് ഇവർ ഈ സുധാകരനെ ഇങ്ങനെ പേടിക്കേണ്ട കാര്യം? താനൊക്കെ പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നത്? സുധാകരൻ ഇന്നലെ മനോരമയ്ക്ക് കഴിഞ്ഞ ആഴ്ച കൊടുത്ത ഇന്റർവ്യൂ അല്ല പ്രശ്നം. അദ്ദേഹം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയ നിമിഷം മുതൽ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടി. അവൻ പറഞ്ഞ നേരാ. എത്രയോ KPC പ്രസിഡന്റ്മാർ വന്നു. കണ്ണൂരിൽ നിന്നൊരു KPC പ്രസിഡന്റ് വന്നപ്പോ കെ സുധാകരൻ KPC പ്രസിഡന്റ് ആയപ്പോ അദ്ദേഹത്തെ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കേണ്ട കാര്യം എന്താണ്? തീർന്നിട്ടില്ല, ബാക്കി വന്നിട്ട് തരുന്നുണ്ട്. മിസ്റ്റർ റഹീമെ, താങ്കളുടെ മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് ജനറലിനെ നിയമിച്ചു കഴിഞ്ഞു. ഡയറക്ടർ ഓഫ് ജനറൽ പ്രോസിക്യൂഷനെ നിയമിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇല്ല, പോയിട്ട് 2 കൂടി ആയിരിക്കും. അപ്പൊ ഓർമ്മ വരും കേട്ടോ. അപ്പോ മുഖ്യമന്ത്രിയെ നിയമപരമായ കാര്യങ്ങൾ ഉപദേശിക്കുന്ന ജോലി അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്, ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ഉണ്ട്. അവരൊക്കെ ചെയ്യും. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. സുധാകരനെ എന്ത് ചെയ്യണം? സുധാകരന്റെ സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് പേരിൽ സുധാകരന്റെ പേരിൽ എന്ത് കേസ് എടുക്കണമെന്ന് റഹീം മുഖ്യമന്ത്രി ഉപദേശിക്കേണ്ട കാര്യമല്ലോ. ഈ ചർച്ചയെ പറയേണ്ട കാര്യമില്ലല്ലോ. DYFIക്ക് അഡ്വക്കേറ്റ് ജനറലിനേക്കാൾ വലിയ നിയമ പാണ്ഡിത്യം ഉണ്ടെങ്കിൽ ആ പോയിന്റ്സ് എഴുതി മുഖ്യമന്ത്രിക്ക് കൈമാറിയാൽ മതിയല്ലോ. അങ്ങയുടെ നിയമ പാണ്ഡിത്യത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് സജസ്റ്റ് ചെയ്യുന്ന പോയിന്റുകൾ മുഖ്യമന്ത്രി വളരെ ഗൗരവമായിട്ടെടുത്ത് അതിന്റെ പേരിൽ കൂടി സുധാകരന്റെ പേരിൽ കേസെടുക്കാം. അതുകൊണ്ട് അങ്ങ് അക്കാര്യത്തിൽ വ്യാകുലപ്പെടേണ്ട. അഡ്വക്കേറ്റ് ജനറലിന്റെയും ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷന്റെയും ഇന്ന് കേരള ഗവൺമെന്റ് ശമ്പളം കൊടുത്തു വെച്ചിരിക്കുന്ന, ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്, നിയമ പണ്ഡിതന്മാരെക്കാൾ കൂടുതൽ എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഈ കാര്യത്തിൽ സുധാകരന് കൊടുക്കാനുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ മുമ്പാകെ വെക്കാവുന്ന കാര്യമുള്ളൂ. ഞാനിവിടെ കിടന്ന് തീ തിന്ന, കുറച്ചുകൂടെ തീ തിന്നുക, എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ, ഒന്ന് ആളി പടരട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും കേസെടുക്കാനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ധൈര്യമായി കേസെടുത്തോളൂ.
അത് നേരിടാൻ സുധാകരന് നന്നായിട്ട് അറിയാം. അതിന് സുധാകരനെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട് ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.